നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാമ്പിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. പുതിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡിന് കീഴിൽ സീസണിൽ തുടർച്ചയായ രണ്ടാമത്തെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് CSK. രണ്ടിലും പരാജയപ്പെട്ട രീതിയും അവരെ ആശങ്കയിലാക്കുന്നതാണ്. കാര്യമായി പൊരുതാൻ പോലും കഴിയാതെ ദയനീയ തോൽവിയാണ് ഋതുരാജിനും സംഘത്തിനും നേരിട്ടത്. ഏകപക്ഷീയമായ ഈ പരാജയങ്ങൾ CSKയ്ക്കുള്ള മുന്നറിയിപ്പും കൂടിയാണ്. ഡൽഹി ക്യാപിറ്റൽസുമായുള്ള തൊട്ട് മുമ്പത്തെ കളിയിൽ 20 റൺസിനാണ് CSK തോറ്റത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരാവട്ടെ 6 വിക്കറ്റിനും അവർ തകർത്തടിഞ്ഞു. ഈ രണ്ട് കളിയിലും CSKയുടെ തോൽവിക്ക് ഒരു പ്രധാന കാരണം പവർ പ്ലേയിലെ ബാറ്റിംഗ് പ്രകടനമാണെന്ന് കാണാം. ആദ്യത്തെ 6 ഓവറിലെ ഫീൽഡ് നിയന്ത്രണങ്ങളുടെ ആനുകൂല്യം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ CSKയ്ക്ക് സാധിക്കുന്നില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സുരക്ഷിതവും ലളിതവുമായ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. അതാണ് 1xBet. നിങ്ങളുടെ ക്രിക്കറ്റ് അറിവ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഇതുവഴി ക്യാഷ് സമ്പാദിക്കാൻ സാധിക്കും. ക്രിക്കറ്റ് കൂടാതെ മറ്റു നിരവധി സ്പോർട്സ് കാസിനോ ഗെയിമുകളും നിങ്ങൾക്ക് ഇതുവഴി കളിക്കാൻ സാധിക്കും. UPI, ഫോൺപേ, Paytm എന്നിങ്ങനെ നിരവധി പ്ലാറ്റ്ഫോമുകൾ വഴി ഡെപ്പോസിറ്റ് ചെയ്യാനും വളരെ വേഗത്തിൽ വിഡ്രോ ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രവുമല്ല, നിങ്ങൾക്ക് 24/7 കസ്റ്റമർ സപ്പോർട്ടും ലഭിക്കുന്നതാണ്. ഈ IPL ഫെസ്റ്റിവൽ സീസണിൽ ഇതുവഴി നല്ല രീതിയിൽ പണം സമ്പാദിക്കും. E90 എന്ന കോഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ ബോണസും കിട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പൈസ സമ്പാദിക്കും. T20 ഫോർമാറ്റിൽ ഏതൊരു ടീമിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് പവർ പ്ലേ ബാറ്റിംഗ്. കളിയിലെ ആധിപത്യം സ്ഥാപിക്കാനും എതിരാളികളെ ബാക്ക്ഫുട്ടിലാക്കാനും ഒരു ടീമിനെ സഹായിക്കുന്നത് ആദ്യത്തെ 6 ഓവറിലെ കടന്നാക്രമണമാണെന്ന് നിസ്സംശയം പറയാം. പക്ഷേ CSKയ്ക്ക് പവർ പ്ലേയുടെ ഈ ആനുകൂല്യം ഇപ്പോൾ മുതലെടുക്കാൻ സാധിക്കുന്നില്ല. ക്യാപ്റ്റൻ ഋതുരാജ്, ഓപ്പണിംഗ് പങ്കാളിയായ രജിൻ രവീന്ദ്ര എന്നിവരുടെ കഴിവുകേട് കൂടിയാണ് ഇത് കാണിക്കുന്നത്. DCക്കെതിരായ 3-ാം റൗണ്ട് മത്സരത്തിൽ CSKയ്ക്ക് പവർ പ്ലേയിൽ സ്കോർ ചെയ്യാനായത് വെറും 32 റൺസ് മാത്രമാണ്. 2 വിക്കറ്റുകൾ ഇതിനിടെ നഷ്ടമാവുകയും ചെയ്തു. ഋതുരാജ് 2 ബോളിൽ 1 റൺസ് മാത്രമെടുത്ത് മടങ്ങിയപ്പോൾ രജിൻ 12 ബോളിൽ 1 റൺസ് എടുത്ത് ക്രീസ് വിട്ടു. ഹൈദരാബാദുമായുള്ള കഴിഞ്ഞ മത്സരത്തിലാവട്ടെ പവർ പ്ലേയിൽ CSK നേടിയത് 48 റൺസാണ്. 1 വിക്കറ്റും പാഴാക്കി. 9 ബോളിൽ 13 റൺസ് നേടിയ രജിനാണ് മടങ്ങിയത്. ഋതുരാജ് രജിൻ ജോഡി മികച്ച കൂട്ടുകൾ ഉണ്ടാക്കുകയും പവർ പ്ലേയുടെ ആനുകൂല്യം മുതലെടുക്കുകയും ചെയ്തെങ്കിലും മാത്രമേ CSKയ്ക്ക് ടൂർണമെൻറ്റിലേക്ക് ശക്തമായ തിരിച്ചുവരവ് സാധ്യമാവുകയുള്ളൂ. കന്നി സീസൺ കളിക്കുന്ന രജിൻ ആദ്യത്തെ 2 മത്സരങ്ങളിലും അഗ്രസീവ് ബാറ്റിങ്ങിലൂടെ വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് പ്രകടനം താഴോട്ട് പോയി. ഋതുരാജാവട്ടെ ഇതിനകം കളിച്ച 4 ഇന്നിംഗ്സുകളിലും സ്ലോ ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. 4 മത്സരങ്ങളിൽ നിന്നും 24 ശരാശരിയിൽ രവീന്ദ്ര നേടിയത് 97 റൺസാണ്. ഉയർന്ന സ്കോർ 45 റൺസാണ്. നായകനായ ശേഷം ബാറ്റിങ്ങിൽ ഋതുരാജിൻ്റെ ബാറ്റിംഗ് പ്രകടനവും താഴേക്കാണ്. 4 ഇന്നിംഗ്സുകളിൽ നിന്നും 22 ശരാശരിയിൽ 88 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ. ഉയർന്ന സ്കോർ 46 റൺസാണ്. കഴിഞ്ഞ സീസണിൽ CSKയുടെ വിജയ രഹസ്യങ്ങളിലൊന്ന് ഋതുരാജ് ഡെവൻ കോൺവേ ഓപ്പണിംഗ് ജോഡിയായിരുന്നു. ടീമിന് സ്ഥിരതയാർന്ന തുടക്കങ്ങൾ നൽകാൻ ഇവർക്കായിരുന്നു. ഇത് പിന്നീട് ക്രീസിലെത്തുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തു. പക്ഷേ പരിക്ക് കാരണം കോൺവേ ഇപ്പോൾ ടീമിന് പുറത്താണ്. ഇത്തവണ ബാറ്റിങ്ങിൽ ഇത്തരമൊരു ഗ്യാരണ്ടി നൽകാൻ ഋതുരാജ് രജിൻ സഖ്യത്തിനാവുന്നില്ല. തുടക്കം പാളുന്നതോടെ അത് CSKയുടെ ബാറ്റിംഗ് ലൈനപ്പിനെ ആകെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നു. ഇത്തവണ 6ാം കിരീടം നേടണമെങ്കിൽ ഋതുരാജ് രജിൻ ജോഡി എത്രയും വേഗത്തിൽ ക്ലിക്ക് ആവുകയും പവർ പ്ലേയിൽ മികച്ച തുടക്കങ്ങൾ ടീമിന് സമ്മാനിക്കുകയും വേണം. മാത്രമല്ല 3-ാം നമ്പറിൽ കളിക്കുന്ന അജിങ്ക്യ രഹാനെയുടെ സ്ലോ ബാറ്റിംഗും CSKയ്ക്ക് തിരിച്ചടിയാണ്. ഓപ്പണർമാരിൽ ഒരാളായി പവർ പ്ലേയിൽ നഷ്ടമായാൽ 1 ഡൗണായി ഇറങ്ങുന്ന രഹാനെയ്ക്ക് ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ സാധിക്കുന്നതില്ല. രഹാനെയ്ക്ക് പകരം കുറെ കൂടി അഗ്രസീവായി ബാറ്റ് ചെയ്യാൻ കഴിയുന്ന മോയിൻ അലിയെ 1 ഡൗണായി CSKയ്ക്ക് പരീക്ഷിക്കാവുന്നതാണ്. നേരത്തെ MS ധോണി ക്യാപ്റ്റനായിരിക്കെ ഈ റോളിൽ തിളങ്ങിയ താരം കൂടിയാണ് അദ്ദേഹം.